അങ്ങനത്തെ ഫൈനലി തുടരും എന്ന സിനിമ നമ്മളിപ്പോൾ കണ്ടിറങ്ങിയതേ ഉള്ളൂ. പടത്തെക്കുറിച്ച് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ പടത്തിൻ്റെ ആ ഒരു സ്ക്രിപ്റ്റ് അതുപോലെ മേക്കിങ് എല്ലാം സൂപ്പർ, ഒരു രക്ഷയില്ല. നമുക്ക് ഒരു പഴയ ലാലേട്ടൻ എങ്ങനെ വേണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന അതിനപ്പുറം നമുക്ക് കിട്ടും. പുലിമുരുകനാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ ഒപ്പം ദൃശ്യം തുടങ്ങി നമ്മൾ കണ്ടുപോയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ലാലേട്ടനുണ്ട്. ആ ലാലേട്ടനെയാണ് നമുക്ക് തരുൺമൂർത്തി തുടരും എന്ന സിനിമയിലൂടെ നമുക്ക് മുന്നിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പടത്തിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കൂടുതലൊന്നും ഇതിനകത്ത് പറയാൻ പറ്റില്ല, സ്പോയിലറായിപ്പോവും. അപ്പം ഇന്ന് ഈ ഇന്ത്യയിലല്ല, നമ്മൾ ഈ കേരളത്തിൽ തന്നെ നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പടത്തിൻ്റെ പ്രമേയമായിട്ട് അവർ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാതെ കേരളത്തിൽ കടന്നുപോയ ഒരു സംഭവം, അതൊക്കെയാണ് ഈ പടത്തിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ആ പടത്തിൻ്റെ ഒരു കഥ ബേസ് ചെയ്ത് നിൽക്കുന്നത്. പക്ഷേ എന്താണ് പറയണ്ടത്, സസ്പെൻസ് ഉണ്ട്, ത്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിൽ. ഓരോ സെക്കൻഡും നമ്മളിങ്ങനെ എന്താകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയിലാണ് പടം കണ്ടു തീരുമ്പോൾ തോന്നുന്നത്. പടത്തിന്റെ ആ ഒരു 2.25 മണിക്കൂറുണ്ട് ഈ പടം. പക്ഷെ പടം ഒന്ന് പോകുമ്പോൾ നമ്മളായിരിക്കും തീരല്ലേ എന്നുള്ള ഒരു ഇത് വരും. കാരണം പടത്തിന്റെ ആ ഒരു രീതി അങ്ങനെ. ഫസ്റ്റ് ഹാഫിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പടം ഒന്ന് ഫസ്റ്റ് ഹാഫ് ആകുമ്പോൾ നമുക്ക് രോമാഞ്ചമായി പോകും. കാരണം അത്രയ്ക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്, ഇനി എന്തായിരിക്കും ഇന്റർവെൽ കഴിഞ്ഞ് കയറുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സസ്പെൻസ് ആയിരിക്കും ഈ പടത്തിനകത്ത് ഇന്റർവെല്ലൊക്കെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അപ്പൊ പടം കാണാത്തവര് തിയേറ്ററിൽ ഫാമിലി ആയിട്ട് തന്നെ പോയി കാണണം. ഇതൊരു ഫാമിലി കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. തരുൺമൂർത്തിയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. കുറച്ച് കാലമായിട്ട് ലാലേട്ടന്റെ ഫാൻസിന് അല്ലെങ്കിൽ ലാലേട്ടന്റെ നല്ല പടങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ള ആ ഒരു പരാതി ഇപ്പം മാറും, ഇതോടുകൂടി മാറും. അതാണ് ലാലേട്ടൻ. ഒരൊറ്റ പടം മതി. ഈ പണി അറിയാവുന്നവന്റെ കയ്യിൽ ലാലേട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടൻ എന്താണെന്ന് മുമ്പ് കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ വീണ്ടും അതിന്റെ മേളിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ തുടരും എന്ന സിനിമ വന്നിരിക്കുന്നത്. പടത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ എനിക്കറിയത്തില്ല. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒരു രക്ഷയില്ലാത്ത പടം തന്നെ. നമ്മൾ എന്താണ് ലാലേട്ടനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിവിടെ കിട്ടി എന്നല്ല, അതിൻ്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഈ പടത്തിന് എൻ്റെ കൂടെ തിയേറ്ററിൽ ഇരുന്ന എല്ലാവർക്കും, ഞാൻ അവരുടെ റിവ്യൂ ഒക്കെ എടുത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കാം. എല്ലാവരും പറയുന്ന ആ ഒരു ഇത് പടത്തിനെ കുറിച്ച് അവർ പറഞ്ഞത് ഒരു പൊളിച്ചടിക്കുന്ന പറഞ്ഞു, ഒരു രക്ഷയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നല്ലൊരു പാട്ടുണ്ട്, അതുപോലെ ഫൈറ്റ്, ഒരു രക്ഷയില്ലാത്ത ഫൈറ്റ്. നമ്മൾ ഒപ്പത്തിനകത്തൊക്കെ കാണുന്ന ഫൈറ്റ് ഇല്ലേ, അല്ലെങ്കിൽ ദൃശ്യത്തിനകത്ത് പോലീസ് സ്റ്റേഷനകത്തൊക്കെ കൊണ്ടുപോയിട്ടുള്ള സീരിയലില്ലേ, അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഒപ്പവും ദൃശ്യവും ചില സമയത്ത് പുലിമുരുകൻ വരെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന രീതിയിലാണ് ഇതിന്റെ മേക്കിംഗ് എടുത്തു വെച്ചിരിക്കുന്നത്. പറയാതെ വയ്യ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണുക. അടിപൊളിയാണ്. ലാലേട്ടന്റെ വൻ തിരിച്ചുവരവ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത പടമാണ്. അപ്പോൾ കാണാത്തവർ പോയി കാണുക.